നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം. അമ്മാ ബഅദ്. ഈ അടുത്ത് ശാസ്ത്രലോകത്തെ ഒരു ഗവേഷകൻ പഠനത്തിലൂടെ തെളിയിച്ച വാർത്താ മാധ്യമങ്ങളിൽ ശ്രദ്ധേയമായ വാർത്തയായിരുന്ന ഒന്നായിരുന്നു ഉറുമ്പുകളുടെ സർജറി, ശസ്ത്രക്രിയ. ഉറുമ്പുകൾ പരിക്കേറ്റ മറ്റു കൂട്ടുകാരായ ഉറുമ്പുകളെ ശസ്ത്രക്രിയ ചെയ്യുമത്രേ. ഗവേഷകർ ഈ കണ്ടെത്തലിൽ അമ്പരന്നുപോയി. ഉറുമ്പുകൾ പൊതുവെ ഐക്യമുള്ള ജീവിയായിട്ടാണ് കരുതപ്പെടുന്നത്. ഉറുമ്പിന്റെ ഐക്യം, ഒരുമ പഠിക്കേണ്ട വിഷയം തന്നെയാണ്. പരിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായത്തിന്റെ പേര് തന്നെ സൂറത്തുൻ നംല് എന്നാണ്. ഉറുമ്പിനെ സംബന്ധിച്ച് ഒരു സൂറത്ത് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം പറയുമ്പോൾ ഒരു ഉറുമ്പിന്റെ കഥ അല്ലാഹു സുബ്ഹാനഹു വ തആല വിവരിക്കുന്നു. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമും പരിവാരങ്ങളും ഒരു വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു ഉറുമ്പിന്റെ താഴ്വരയിലെത്തി. അതിന്റെ കൂടുകളുടെ സമീപത്തെത്തി. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും അനുയായികളെയും കണ്ടപ്പോൾ ഉറുമ്പിന്റെ ലീഡർ വിളിച്ചു പറഞ്ഞു, ഖാലത്ത് നംലത്തുൻ യാ അയ്യുഹൻ നംലു ദുഖുലു മസാകിനകും. അല്ലയോ കൂട്ടുകാരായ ഉറുമ്പുകളെ, നിങ്ങൾ നിങ്ങളുടെ മാളങ്ങളിൽ, നിങ്ങളുടെ ഭവനങ്ങളിൽ പ്രവേശിച്ചു കൊള്ളുക. സുലൈമാൻ നബിയും പട്ടാളവും നിങ്ങളെ ചവിട്ടി മതിക്കാതിരിക്കട്ടെ. ഒരു ഉറുമ്പ് മറ്റ് സഹോദരങ്ങളായ ഉറുമ്പുകളുടെ ജീവൻ രക്ഷപ്പെടുത്തിയ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ കഥ അല്ലാഹു തആല പറയുമ്പോൾ അള്ളാഹുവിന് ആ പ്രവൃത്തി വലിയ ഇഷ്ടമായി. ആ ഉറുമ്പിന്റെ വാക്ക് കേട്ടുകൊണ്ട് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം പുഞ്ചിരിച്ചു എന്നും ഖുർആനിൽ അള്ളാഹു പറയുന്നു. ഉറുമ്പ് തന്റെ കൂട്ടുകാർക്ക് ഉപകാരം ചെയ്യുന്ന ജീവിയാണെന്ന് ഖുർആനിലൂടെ അല്ലാഹു തആല സമർത്ഥിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ഇപ്പോൾ ആധുനിക ശാസ്ത്രം വെളിപ്പെടുത്തിയത്, അതായത് തന്റെ കൂട്ടുകാർക്ക് പരിക്കേൽക്കുമ്പോൾ അത് സ്വന്തം വായ കൊണ്ട് ശരീരഭാഗങ്ങൾ കടിച്ചു മുറിച്ച് ശസ്ത്രക്രിയ നടത്തുന്നു, അത് ഓപ്പറേഷൻ ചെയ്യുന്നു. ഇത് പരിശുദ്ധ ഖുർആനിലെ വചനങ്ങൾക്ക് കൂടുതൽ ശക്തി പകരുന്നതാണ്. ഖുർആൻ മനസ്സിലാക്കാൻ കൂടുതൽ നമ്മെ സഹായിക്കുന്നതാണ്. ലോക പ്രശസ്ത പണ്ഡിതനായ മൗലാന അബുൽ ഹസൻ അലിയുൽ ഹസൻ നദ്വി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ഗ്രന്ഥത്തിൽ ഉറുമ്പിനെ സംബന്ധിച്ച് ഒരു കവിതാ ശകലം പറയുന്നുണ്ട്. ഒരു ഉറുമ്പ് പാട്ടുപാടുകയാണ്. ത്വാബ സഈ ബിൽ അമൽ ലസ്തു അർള ബിൽ ഖസൽ ഗായതി നൈലു തലബ് ലാ ഉബാലി ബിത്തഅബ്. എന്റെ അധ്വാനം അത് നന്നായിരിക്കുന്നു, ഞാൻ ഒരിക്കലും മടി ഇഷ്ടപ്പെടുകയില്ല. എന്റെ ലക്ഷ്യം എന്താണ്? ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കരസ്ഥമാകലാണ്. ഒരിക്കലും ക്ലേശത്തെ ഞാൻ പരിഗണിക്കുക പോലുമില്ല. ഞാൻ സുന്ദരമായ വീടുകൾ പണിയുന്നു, ഞാൻ എന്റെ ഭക്ഷണത്തെ തേടി പുറപ്പെടുന്നു. ഒരിക്കലും ഞാൻ ഉല്ലസിക്കുകയില്ല. ഒരിക്കലും ഞാൻ കളി വിനോദങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് എന്റെ സമയങ്ങളെ ഞാൻ പാഴാക്കുകയില്ല. ഒരു ഉറുമ്പിന്റെ കാവ്യശകലം മഹാനായ അബുൽ ഹസൻ അലിയുൽ ഹസൻ നദ്വി റഹ്മത്തുള്ളാഹി അലൈഹി വിവരിക്കുകയാണ്. ഉറുമ്പിന്റെ അധ്വാനവും പരിശ്രമവും ഒരുമയും ഐക്യവും ഒക്കെ വിശ്വാസി സമൂഹത്തിന് വെളിച്ചം നൽകുന്നുണ്ട്. അതാണ് സൂറത്തുൻ നംല് പറയുന്നതും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉയർന്ന ഗുണങ്ങൾ സ്വയത്തമാക്കാൻ നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. സല്ലല്ലാഹു അലാ മുഹമ്മദ്.